ഹായ്, വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. ഇപ്പോൾ ടൈം 12 മണിയായി കേട്ടോ, 12:15. അപ്പോൾ ഞാൻ പീലുവിനെ ഉറക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ അവൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയെ. അപ്പോൾ പീലു നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഈ ടൈമിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ എന്താ പറയുക, ഈ ചാനലിനെ പറ്റി കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കണു, കമൻസുകളായിട്ടും കാണുന്നുണ്ട്. പലരും അതെടുത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തപ്പോൾ ഈ സംഭവിക്കുന്നത്. ആക്ച്വലി ആദ്യം തന്നെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഇത് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്നുമില്ല, പ്രവീൺ പ്രണവ് എന്താ പറയുക, ചാനലിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ എനിക്കറിയാം, അവരെ വീഡിയോസ് കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും. അവരെ ഷോർട്സ് ആയാലും, ഞാൻ കൂടുതൽ അവരെ ഷോർട്സൊക്കെ കണ്ടിരിക്കണം കേട്ടോ. ഞാൻ എന്താ പറയുക, ലെങ്തി വ്ളോഗ്സ് കാണൽ കുറവാണ്. ആക്ച്വലി കൊറോണ ടൈമിലാണ് ഞാൻ ഈ ഫാമിലി വ്ളോഗ്സ് കാണൽ ഉണ്ടായത്. ഞാൻ അങ്ങനെ കാണൽ കുറവാണ്. ആ ടൈമിൽ കൂടുതൽ കുറേ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുറവാണ് കാണൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവരെ വ്ളോഗുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അവരെ ഷോർട്സൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയ പിന്നെയാണ് കുറേ ഷോർട്സൊക്കെ ഇപ്പോഴാണല്ലോ തുടങ്ങിയത്. ആ സമയത്തൊന്നും ഉണ്ടായില്ല, അത്ര പോപ്പുലർ അല്ലായിരുന്നു. അപ്പോഴാണ് അവരുടെ ഡാൻസ് ആക്ച്വലി ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ ഡാൻസ് അവരുടെ നിന്ന് കണ്ടിട്ട് ഞങ്ങളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ പ്രവീണിൻ്റെ കല്യാണത്തെ പറ്റിയും. അപ്പോൾ അങ്ങനെ വീഡിയോസ് നമ്മൾ ബാക്ക് ടു ബാക്ക് ചെയിൻ പോലെ കാണുന്നുണ്ട്. പിന്നെ ലോങ് വ്ളോഗുകളൊന്നും ഞാൻ കാണൽ കുറവാണ്. പിന്നെ ഒരു വ്ളോഗ് കണ്ടിരുന്നത് മൃദുല പ്രഗ്നൻ്റ് ആയതിൻ്റെ റിവീലിംഗ്, ആ ഒരു വ്ളോഗ്. അത് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് വ്ളോഗുകളെ ഞാൻ അവരെ പറ്റി കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ സൗണ്ട് ചിലപ്പോൾ കുറവായിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക, ഒന്നും വിചാരിക്കരുത്. കാരണം പീല് ഉറങ്ങണോണ്ട് എനിക്ക് വലിയ സൗണ്ട് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇപ്പം ആ വീഡിയോ കണ്ടതിൻ്റെ അതിൽ സംസാരിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ടൈമിൽ അത് ചൂടോടെ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം ഞാൻ ഇവരെ ഷോർട്സാണ് കണ്ട് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഷോർട്സ് ഇവരിടാറുണ്ട്, കുക്കിംഗ് ഇടാറുണ്ട്, മൃദുല വന്നതിന് ശേഷം ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. പിന്നെ അവരുടെ ഡാൻസ് ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു കൂൾ ആൻഡ് ഹാപ്പി ഫാമിലി, അങ്ങനെ തന്നെ ഞാനും കരുതിയിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആയപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വ്യൂവേഴ്സിനെ അറിയാം. വലിയ വ്യൂവേഴ്സ് ഒന്നുമില്ലെങ്കിലും എന്നെ കാണുന്ന കുറച്ച് സ്ഥിരം വ്യൂവേഴ്സിനറിയാം ഞാൻ വീഡിയോസ് ഇടുന്നത് കുറവാണ്. ഇപ്പോൾ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, എനിക്ക് ടൈം അഡ്ജസ്റ്റഡ് ആവണില്ല. അപ്പോൾ ലോങ് വീഡിയോസ്, ഷോർട്സ് പിന്നെയും ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് ഞാൻ കുറവാണ് ഇടൽ. എഡിറ്റ് ചെയ്യാനൊന്നും വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ശരിയാക്കും. അപ്പോൾ ഇച്ചിരി കൂടി എനിക്ക് ടൈം വേണേ, അപ്പോൾ അത് ഞാൻ ശരിയാക്കും. അപ്പോൾ അതുകൊണ്ട് പല വീഡിയോസും എനിക്ക് കാണാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ വോയിസ് കാണില്ല. കേട്ടുകൊണ്ടാണ് പല വീഡിയോസും കാണലും കാര്യങ്ങൾ അറിയുന്നതൊക്കെ. യൂട്യൂബിൽ എന്താ പ്രസൻ്റ്ലി നടക്കണേന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോഴാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അറിഞ്ഞത്. അപ്പം ഞാനും അതിനെക്കുറിച്ച് വലിയ ബോധേഡ് ആയില്ല. പിന്നെയും ഞാൻ കുറേ അവർക്ക് വരുന്ന കമൻസിനെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഞാനും കേട്ടു. അപ്പം നോർമൽ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു ഫേക്ക് ആണെന്നാണ്, പ്രാങ്കോ മറ്റോ എന്തോ ആയിരിക്കും. അപ്പം ഞാൻ അതിനത്രയ്ക്ക് ചെവി കൊടുത്തില്ല. പിന്നെയാണ് എന്താ പറയുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ചാനലുകൾ ഇതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആക്ച്വലി ഇവരെ വ്ളോഗുകളിൽ ഞാൻ കയറി കണ്ടില്ല കേട്ടോ. അതായത് ഇവരെ ചാനലിൽ കയറി ഞാൻ എപ്പോഴും വീഡിയോസ് കാണില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, കാരണം എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ടൈമില്ലേ. അപ്പോൾ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന അങ്ങനത്തെ വീഡിയോസ് ഞാൻ എടുത്ത് കാണൽ. അങ്ങനെ ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ സീക്രട്ട് ഏജൻറ്റ് സായി ആളുടെ വീഡിയോസ് കാണാറുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് അനന്തു ആളുടെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ അങ്ങനെ 2-3 ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറ്. അപ്പോഴാണ് ഇഷ്യൂ ആക്ച്വലി നടക്കുന്നുണ്ട്, അത് ഇത്തിരി സീരിയസ് മീൻസ് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോഴും ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫാമിലി ആകുമ്പോൾ എല്ലാവരുടെയും ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അതൊരു വൾഗറാക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. തന്നെയല്ല ഇപ്പം അവരൊരു കാര്യം പറഞ്ഞു, ഇവരൊരു കാര്യം പറഞ്ഞു, എന്തായാലും എല്ലാവരും അവരവരെ കാര്യം പറയുള്ളൂ. ഇതിലെന്താ സത്യം എന്നുള്ളത് അറിയണമെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ പ്രൂഫ് പറയണം, അല്ലെങ്കിൽ അതിൻ്റേതായ മെയിനായിട്ട് എന്തെങ്കിലും കാര്യം അതായത് രണ്ട് സൈഡിൽ നിന്നും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വ്യൂവേഴ്സിന്. എന്താണെന്നുള്ളത് പറയാണ്ട് നമുക്ക് ഇവർ ശരിയാണോ അവർ ശരിയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ലല്ലോ, അവരുടെ ലൈഫിൽ കയറി നമുക്ക് ചൂഴ്ന്ന് നമുക്കറിയില്ല. അപ്പം ഒരു വീട്ടിൽ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ കാര്യങ്ങൾ രണ്ടു കൂട്ടരും കൂടി സംസാരിക്കുമ്പോഴാണ് ഇന്ന കാര്യം ഇന്നതാണ് ശരി, ഇന്ന ആളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് ആക്ച്വലി പ്രവീണും മൃദുലയും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ. അവർക്ക് കുറേ ഹെയ്റ്റ്രഡ്സ് വന്നപ്പോൾ അച്ഛനമ്മേനെയും വിഷമിച്ചു എന്നുള്ള ആ ഒരു ഇതുകളൊക്കെ സംസാരിച്ചപ്പോൾ അവരൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേട്ടിരുന്നു, ബാക്കി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെയാണ് ഞാൻ അനിയൻ്റെ പ്രണവിൻ്റെ വീഡിയോ കണ്ടത്, അച്ഛനമ്മയും കൂടിയിട്ട്. അന്ന് രാവിലെ ആയിട്ടാണ് ഞാൻ കണ്ടത്. അത് പോച്ചുവിനെ കൊണ്ടുവന്നാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കേൾക്കുക ചെയ്ത, കാണുന്ന പോലും ഇല്ല. അപ്പോൾ ഇത് സംഭവം ഇഷ്യൂ ആണെന്നെങ്കിൽ മനസ്സിലായി. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മ അത് ഇവർ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് ചെറിയ സംസാരിച്ചു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഈ രണ്ട് സൈഡിൽ നിന്നും അവിടെ ഇവിടെ തൊടാണ്ട സംസാരിക്കുന്നത്. പക്ഷെ അത് പബ്ലിക്ലി ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുള്ളത് ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യം. ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി ചാനലെടുത്തപ്പോഴാണ് പ്രവീണിൻ്റെ ന്യൂ വീഡിയോ, അൺമാസ്കിങ് വീഡിയോ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടി തരിച്ചു പോയി ആ വീഡിയോ കണ്ടിട്ട്. കാരണം എന്താ പറയുക, ഒരു ഹാപ്പി ഫാമിലിയുടെ ശരിക്കും ആ പേര് കറക്റ്റാട്ടോ, അൺമാസ്കിങ് എന്ന് പറയുന്നത്. ശരിക്കും മാസ്ക് അങ്ങോട്ട് വലിച്ച് കീറുക ചെയ്തത്. നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു പ്രൂഫ് എന്ന് പറഞ്ഞ സംഭവം അവർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കണ്ടത് ശരിക്കും എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സായി ആൾ പറഞ്ഞ പോലെ തന്നെ റിയൽ ഈസ് നോട്ട് റിയൽ, അല്ലെങ്കിൽ റിയാലിറ്റി അല്ല ഒരിക്കലും. അത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ സിനിമയായാലും എന്തായാലും നല്ലത് മാത്രം എടുക്കുക, ബാക്കി കളയുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓൺ സ്ക്രീൻ കാണുന്നതല്ല നമ്മളുടെ ശരിക്കുള്ള ലൈഫ്. എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, എല്ലാവരുടെ ലൈഫും. അപ്പം എല്ലാം നമ്മൾ പബ്ലിക്കലി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇനി എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ വീഡിയോ കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ ഇത്രയ്ക്കും ഭീകരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ടോക്സിക് ഫാമിലി അതുണ്ട്, അത് സത്യമാണ്. അച്ഛനമ്മ എന്നുള്ളൊരു അതൊരു സ്ഥാനം മാത്രമാണ്. ബേസിക്കലി വ്യക്തികളാണ്, അല്ലെങ്കിൽ സിബ്ലിങ്സ്, അല്ലെങ്കിൽ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് എല്ലാം വ്യക്തികളാണ്. അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക പദവി കൊടുത്തേക്കണു എന്ന് വെച്ചിട്ട് അവർക്ക് എന്ത് തോന്നിവാസം കാണിക്കുക എന്നുള്ളതില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അയ്യോ, വീഡിയോനെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പോട്ടെ, ഒക്കെ ഫാമിലിയാണ്, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ അവർക്ക് അങ്ങനെ എന്താ പറയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിടിച്ചു വെച്ച് അടിക്കാന്ന് പറഞ്ഞത് വെള്ളരിക്കപ്പെട്ടനൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. ഓക്കെ, ഇപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, സംസാരങ്ങളുണ്ടായി. നമ്മളത് വീഡിയോയിൽ കൂടുതലായിട്ട്, ഞാനിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പറയുന്നില്ല, ഓൾറെഡി എല്ലാവരും കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ എന്താ പറയുക, ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളതാണ്. എനിക്കിപ്പോഴും പറയുമ്പോൾ അത് കൈയൊക്കെ ഇങ്ങനെ ഇതാവുക. ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അത്. നമ്മൾ ഹാപ്പി ആയാലും എന്തായാലും പല പല മൈൻഡുകളാണ് നമുക്ക് ആ സമയത്ത് വന്നു പോണത്.
അത് നമ്മൾ ആ ഇതിൽ അനുഭവിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. പണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയും, കാരണന്മാർ പറയും പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്, 10 എണ്ണം 12 എണ്ണം പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് പറയണം. കാരണം അവർക്ക് അത്ര അറ്റൻഷൻ കിട്ടിയിട്ടുള്ളൂ, അറ്റൻഷൻ കൊടുക്കണുള്ളൂ. അതൊരു ലൈഫ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ അവർ തന്നെ മൈൻഡിനെ എന്താ പറയുക മോൾഡ് ചെയ്തെടുത്ത് അത് നടന്നു പോകുന്നു. പിന്നീടാണ് നമ്മൾ മെഡിക്കലിയും അല്ലാതെ നമ്മൾ അതിൻ്റെ സയൻസും അതിൻ്റെ ബാക്കിലുള്ള ബയോളജിക്കലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾ അറിയുമ്പോഴാണ് അത് എത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രയ്ക്കും നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്, അല്ലെങ്കിൽ എത്ര ഹാപ്പി ആയിട്ടിരിക്കും, ഒരു ന്യൂ ലൈഫ് ഉണ്ടാവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ബേസ് ഇവിടെ ചെയ്തു കൊടുക്കുകയാണ്. പ്രഗ്നൻസിയുടെ ആ ഒരു ടൈം തുടങ്ങി ആ ന്യൂ ലൈഫിന് എല്ലാം കൊണ്ടും, ഇപ്പോൾ ഹെൽത്ത് വൈസ് ആയാലും നമ്മുടെ ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും എല്ലാം കൊണ്ടും നമ്മൾ അതിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഓരോ മാസം ചെല്ലുന്തോറും നമ്മൾ അതിനെ ഓരോ ബ്ലോക്കുകളായിട്ട് കെട്ടിപ്പടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ തമ്മിൽ അച്ഛനമ്മയും മക്കളും തമ്മിൽ തല്ലത് ഓക്കെ, പക്ഷെ ആ കൊച്ചിനെ മൃദുലേനെ അതിൻ്റെ ഇടയിലിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെയാണ്. ഇപ്പം മരുമക്കൾ വരുമ്പോൾ അതെല്ലാവർക്കും ഉള്ള ഒരു പറച്ചിലാണല്ലോ, മരുമക്കൾ കയറി വന്നാൽ വീട് നശിച്ചു, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഫസ്റ്റ് മരുമകളുടെ തലയിലാണ് വരിക. അപ്പോൾ അവരാണ് വീട് നശിപ്പിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ തന്നെ പിന്നെ ചെയിനായിട്ട് തുടങ്ങും. സാഹചര്യം പലതാണ് കേട്ടോ, പല സാഹചര്യത്തിൽ പലത് തോന്നും. ബേസിക്കലി അങ്ങനെയാണ് ഫസ്റ്റ് വരിക. പിന്നെ അച്ഛനമ്മ എന്നുള്ളൊരു വ്യക്തികൾക്ക് എന്ത് തോന്നിവാസം ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അവരിപ്പോൾ ജെനുവിനായിട്ടുള്ളവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കപ്പോൾ എന്ത് തോന്നിവാസം ചെയ്യാം എന്നുള്ളതില്ല. അച്ഛനമ്മയാന്ന് വെച്ചിട്ട് അവർക്കും അവരുടേതായ ഒരു എന്താ പറയുക, അങ്ങനെ തോന്നിയ പോലെ അടിക്കുക അങ്ങനെയൊന്നുമില്ല. മക്കൾ ഒരു പ്രായപൂർത്തി കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു സ്പേസൊക്കെ കൊടുക്കണം. അപ്പോൾ ഓക്കെ, മക്കളാണ് വഴക്ക് കൂടണോ ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു ഗർഭിണീനെ ഇതിൽ ഇട്ട് ബുദ്ധിമുട്ടിച്ച് അവരെ വേദനിപ്പിച്ച്, അതും അവർ ഡെലിവറി ആവേണ്ട ടൈമായി എന്നിട്ട് പോലും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതിൻ്റെ കൂടെ ശാരീരിക ബുദ്ധിമുട്ടും അതിൽ അവർ വീഡിയോയിൽ പറയുന്നുണ്ട്, വീഴണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കേട്ടിട്ടൊക്കെ ആ കുട്ടി അറ്റ്ലീസ്റ്റ് ആ മൃദുലേനെ കുറിച്ച് ചിന്തിക്കണ്ട, ഓക്കെ, ഇപ്പം മരുമകൾ അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ആ കൊച്ചിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ഒന്നില്ലെങ്കിൽ അവരെ മകൻ്റെ കുട്ടിയല്ലേ, ആ കുട്ടീനെ കുറിച്ച് ചിന്തിക്കുക. ഇവരെന്ത് ദേഷ്യം മരുമകളുടെ അടുത്ത് തീർത്താലും ആ പെണ്ണിൻ്റെ അടുത്ത് തീർത്താലും അത് ആ കുട്ടീനെ ബാധിക്കുന്നത്. അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്, മനസ്സിലായില്ലേ? ആ കൊച്ചിനെയാണ് അത് ബാധിക്കുന്നത്, പല രീതിക്കും ബാധിക്കും. അത് പലരും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഒന്ന് അവെയറായിട്ട് വരിക. പഴയ കാലമൊന്നുമല്ല, ഒന്നും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കുട്ടീനെ പ്രസവിച്ച് വളർത്തണ ആ ഒരു ടൈം മാത്രമല്ല, അവർ വയറ്റിലുണ്ടാവുന്ന ആ ടൈം തുടങ്ങി നമ്മൾ അവരെ കെയർ ചെയ്ത് തുടങ്ങണം പല രീതിയിലും. ഞാൻ പറയില്ലേ, ഹെൽത്ത് വൈസ് ആയാലും മെൻ്റലി ആയാലും ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്തത് ഭയങ്കര വൃത്തികെട്ട ഒരു പരിപാടി പോയി. ശരിക്കും ഇതിന് കേസ് കൊടുക്കേണ്ടതാണ്, ശരിക്കും അവരത് ചെയ്യേണ്ടതാണ്. അച്ഛനമ്മ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവരത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു. അച്ഛനമ്മയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ആ വീഡിയോയിൽ അവരിങ്ങനെ കരഞ്ഞ് ആ ഒരു ഏന്തല് അങ്ങനെ വരുമ്പോൾ അത് ശരിക്കും ആ കൊച്ചിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, അതിൽ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ കേട്ടിരുന്നു വാട്ടർ ബ്രേക്ക് ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളും ഡെലിവറി സംബന്ധിച്ചുണ്ടായിരുന്നു. അവർ എങ്ങനെ ഇതൊക്കെ സർവൈവ് ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഭയങ്കര അതിശയം. ഭയങ്കര സ്ട്രോങ് ആട്ടോ അവരെന്തായാലും, ഭയങ്കര സ്ട്രോങ് ആണ്. പ്രവീൺ നന്നായിട്ട് വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മൃദുലേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ആരുടെ ഭാഗത്ത് തെറ്റോ അത് നമുക്ക് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവർ കാണുന്നത് നമുക്ക് പറ്റുള്ളൂ. പക്ഷേ എന്തൊക്കെ ആയാലും, ശത്രു ആയാൽ പോലും ഒരു ഗർഭിണീനെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് എന്താ പറയുക,
പറയാൻ പറ്റണില്ല. അങ്ങനെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഭയങ്കര വിഷമം തോന്നി ശരിക്കും. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചിന്തിക്കാനും പറയാനും പറ്റണേ? അതിൽ പറയുന്നുണ്ട് അമ്മ അവൾ വീണ് കിടന്നപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവളോടുള്ളതല്ല, കൊച്ചിനോടെങ്കിലും ചിന്തിച്ചിട്ട് അവർക്ക് അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഇവർക്ക് വഴക്കുണ്ടാക്കി എന്താണെന്ന് ചെയ്യായിരുന്നില്ലേ? അവർക്ക് അവർക്ക് എന്ത് ഇപ്പം നമ്മൾ എന്ത് ഫീൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ പറയും നമ്മൾ പേടിക്കുന്നത് കാണാൻ പാടില്ല, ഹൊറർ ഫിലിംസ് കാണാൻ പാടില്ല, അല്ലെങ്കിൽ പേടിക്കുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക്. നമ്മൾ എന്താ പറയുക, നമ്മളുള്ളിൽ വളരുന്ന ജീവൻ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും വയലൻസ് ഫ്രണ്ടിൽ നടക്കുമ്പോൾ അത് എത്രയും മെൻ്റലി അവളേലും കൂടുതൽ ആ കൊച്ചിനെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയല്ലേ മനുഷ്യന് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റണേ? ഭയങ്കര അതിശയമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഫീലായി. അപ്പോൾ സംസാരിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ പില്ലുവിനെ വേഗം ഉറക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. എന്താ ചെയ്യുക, ശരിക്കും ലീഗലി പോകേണ്ടതാണ്. അച്ഛനമ്മ എന്നൊന്നും കൺസിഡർ ചെയ്യരുത്. ഇങ്ങനത്തെ വൃത്തികേടുകളൊന്നും ഇനി എന്ന് കഴിഞ്ഞാൽ ഇനി നാളേക്ക് അതൊരു താക്കീതാവണം. ഈ ഗാർഹികപീഠം എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇവരിങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഇപ്പം ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു, നമ്മൾ അറിയുന്നുണ്ട്. അറിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. പലരും ചിലപ്പോൾ സൂസൈഡ് ചെയ്യും, പലരത് പറയില്ല, സഹിച്ചു ജീവിക്കും, പലരും വിട്ടു ജീവിക്കും. അപ്പം അങ്ങനെ പബ്ലിക്ലി എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പുറത്തേക്ക് വരുത്തണം, പുറത്തേക്ക് പറയണം, ശരിക്കും കേസ് കൊടുക്കണം. പിന്നെ തന്നെയല്ല, ലീഗലി ഉള്ള നിയമപാലകരോടും പറയാനുള്ളത് അത് തന്നെയാണ്. അവരെ ടോർച്ചർ ചെയ്യാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. പലരും കേസ് കൊടുക്കാത്തതും അതിൻ്റെ പിന്നാലെ പോവാത്തത് അതുകൊണ്ടാണ്. കാരണം പിന്നീട് അവർ തന്നെ അത് കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരികയാണ്. നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ പരമാവധി അവരെ ടോർച്ചർ ചെയ്യാണ്ട് ജനുവിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു ഫാമിലി എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നിന്നത് ഒരു എന്താ പറയുക, ഒരു സുപ്രഭാതത്തിലാണ് കംപ്ലീറ്റ് ഇങ്ങനെ കൊളാപ്സായി പോയി. വിശ്വസിക്കാൻ പറ്റണില്ല. അതിങ്ങനെ സിറ്റുവേഷൻ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി ഞാൻ. അപ്പോൾ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്തായാലും പിന്നെ കുറേ പേര് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ അവർ ചീത്ത പറയാനും ഇത് പറയാനും ഇനിയിപ്പോൾ ഇതൊരു ചെയിനായിട്ട് പോവോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്തുനിന്നും പ്രവീണിൻ്റെ പാരൻസിൻ്റെ അനിയൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും എന്തെങ്കിലും വരാതിരിക്കില്ല. ആക്ച്വലി ഞാനിതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവരച്ഛനമ്മയുടെയും ആ ഭാഗത്തു നിന്നുള്ള വീഡിയോ കണ്ടപ്പോൾ, കാരണം കറക്റ്റായിട്ടുള്ള ഇഷ്യൂ അറിയാണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അവരെ ഫാമിലിയിലുള്ളൊരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, അവർക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യട്ടെ. ഞാൻ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം കേട്ടോ. ഞാനും അമ്മയും കൂടി സംസാരിച്ച കാര്യമാണ്. അവർ തമ്മിൽ സംസാരിച്ച് തീരണമെങ്കിൽ തീരുന്ന ഇഷ്യൂ നമുക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. ആയിക്കോട്ടെ, എല്ലാ വീട്ടിലും ഇഷ്യൂസ് ഉണ്ടാവണമെന്നാണല്ലോ. എന്താ പറയുക, പലർക്കും എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വവും ചിന്തകളും ഒക്കെ വേറെ വേറെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കടന്ന് വൃത്തികേട് കാണിക്കാൻ പാടില്ല. അതിലാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ ലീഗലി പോവുകയാണെങ്കിൽ അതിൻ്റേതായ സപ്പോർട്ട് കിട്ടട്ടെ. ആ കുഞ്ഞിന് ജസ്റ്റിസ് കിട്ടട്ടെ. കുഞ്ഞിനെ ഇനി എന്താ പറയുക, അതിന് വെറുതെ പൊട്ട എന്നുള്ളതിൽ എങ്ങനെയാണ് ഒരു കുട്ടീനെ പറയാൻ തോന്നുന്നത്? ആ കുട്ടി ഒരു ശാപമാണ്, അല്ലെങ്കിൽ ആ കൊച്ച് ജനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ദോഷം വരുന്നത്. ഈ ദോഷം നല്ലതൊക്കെ ആരുണ്ടാക്കുന്നത്? മനുഷ്യരെന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ലതാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ആദ്യം ചിന്തിച്ചിട്ട്, ജനിച്ചിട്ടില്ല, ജനിച്ച് വരുന്ന കൊച്ചിനെയാണ് പറയുന്നത്.
അവരൊരു അമ്മ തന്നെയാണ് എന്നിട്ടും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ടോക്സിക്കാണ് ശരിക്കും. ടോക്സിക് അത്ര പറയാനുള്ളൂ ഇതിൽ. അപ്പോൾ പ്രവീൺ പറഞ്ഞ പോലെ തന്നെ അവർ എന്താ പറയുക, മുന്നോട്ട് പോട്ടെ, ജീവിക്കട്ടെ, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആക്ച്വലി അതാണ് വേണ്ടത്. പ്രഗ്നൻറ്റ് വിമണിന് ഇത്ര അധികം മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയും, ഭയങ്കര മോശമാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. അത് ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ചെയ്യും. അപ്പോൾ നമ്മൾ ഫിലിംസ് ആയാലും ഇങ്ങനെ പല സംസാരങ്ങളും ടോക്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കുറേ ഉള്ളത്. അല്ലാണ്ട് അവരെ പോയി കുറ്റപ്പെടുത്തി അവരെ ചീത്തവാക്കും തെറികളും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാതെ നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് നമ്മുടെ ലൈഫിൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക. അതിലാണ് വലിയ കാര്യം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് പറയാം, കുഴപ്പമില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാണ്ട് വീണ്ടും അവരെ പോയി ഇങ്ങനെ തോണ്ടി ബുദ്ധിമുട്ടിച്ച് അവരെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കുക, അതല്ല ചെയ്യേണ്ടത്. പബ്ലിക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഞാൻ വിട്ടൊരു വിഷയമാണ്, പക്ഷെ ഇതും കേട്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.